ഈ 30 വർഷം SMC വളർന്നതിൽ അതിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ 30 വർഷത്തിൽ SMC വളർത്തിയ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇനിയും 30 എന്നുള്ളത് 60, 90 അങ്ങനെ വർഷങ്ങളോളം നിലനിൽക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, പ്രത്യേകം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. തീർച്ചയായിട്ടും സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെ പേൾ ഫിയസ്ത എന്ന ഈ മഹാസമാഗമത്തിന് എന്നെ ക്ഷണിച്ചതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ പേൾ ഫിയസ്ത സമാഗമത്തിൻ്റെ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേരുന്നു. ഈ അവസരത്തിൽ ഞാനോട് സേവനമനുഷ്ഠിച്ച 9 വർഷക്കാലത്ത് നിങ്ങൾ എന്നോട് കാണിച്ചിട്ടുള്ള എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും എല്ലാവിധ നന്മകൾക്കും ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളോട് നന്ദി പറയുന്നു. വൈദികരുടെ അഭാവത്തിൽ സീറോ മലബാർ സഭാ വിശ്വാസത്തെ പിടിച്ചു നിർത്തിയത്, വളർത്തിയത് സീറോ മലബാർ സഭയുടെ ഓർഗനൈസേഷനായ SMCയുടെ തീക്ഷ്ണമതികളായ അംഗങ്ങളാണ്. സീറോ മലബാർ മതബോധന ക്ലാസുകൾ ഇന്ന് ശക്തമായ രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ, സീറോ മലബാർ സഭയുടെ മക്കളെ വിശ്വാസം വളർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം അണിയറയിൽ ശക്തമായി പ്രവർത്തിച്ചത് SMC അംഗങ്ങളാണ്. പലപ്പോഴും ഇതെല്ലാം ചിലരൊക്കെ മറന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഓർക്കുക, ഒരിക്കൽ കൂടി നമ്മൾ തീക്ഷ്ണമായി പ്രവർത്തിക്കുക. കാരണം നമുക്ക് ചുറ്റും പൈശാചിക ശക്തികൾ പല രൂപത്തിൽ അണിനിരക്കുകയാണ് SMCയെ തകർക്കുവാനായിട്ട്. അതുകൊണ്ട് ശക്തമായിട്ട് തീക്ഷ്ണതയോടുകൂടെ SMCയ്ക്ക് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി, സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട്, പ്രഘോഷിക്കുവാനായിട്ട് ദൈവം നിങ്ങൾ അനുഗ്രഹം നൽകട്ടെ, നിങ്ങളെ ശക്തരാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വേദിയിലിരിക്കുന്ന ഏറ്റവും വിശിഷ്ടരായ എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഇവിടെ SMCയുടെ 30ാം വാർഷികം ആഘോഷിക്കാനായിട്ട് സന്നിഹിതരായിട്ടുള്ള SMCA കുടുംബാംഗങ്ങളെ എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അധികം ഒന്നും കാര്യമായിട്ട് പറയേണ്ടതിൽ 30ാമത്തെ വർഷം, അതായത് ഒരു പേൾ ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ തീർച്ചയായിട്ടും പേൾ എന്ന ആ വാക്കിൽ തന്നെ തുടങ്ങാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു മുത്ത് രൂപപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരിയേറെ ഒരു ഈറ്റുനോവിന്റെ അല്ലെങ്കിൽ വേദനയുടെ ഒരു മണൽത്തരി ചിപ്പിക്കുള്ളിൽ വീണ് അത് അനേകം വർഷങ്ങളെടുത്ത് അതൊരു നല്ല തിളങ്ങുന്ന മുത്താവാനായിട്ട് ഒരു ഈറ്റുനോവിന്റെ ആ വഴികളിലൂടെ കടന്നു പോവുക തന്നെ വേണം. തീർച്ചയായിട്ടും ജോണീച്ചൻ വളരെ അർത്ഥസമ്പുഷ്ടമായ, വളരെ അർത്ഥവത്തായ കാര്യങ്ങൾ നമ്മോട് പങ്കുവച്ചു. വൈദിക നേതൃത്വമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ SMCA പോലുള്ള ഒരു സംഘടന ഫെയ്ത്ത് ഫോർമേഷന് വലിയ പങ്കുവഹിച്ചുകൊണ്ട് വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മുടെ മക്കളെയും ഒപ്പം തന്നെ സീറോ മലബാർ സഭയെ ഒന്നിക്കുന്ന തരത്തിലുള്ള കാര്യമായ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഉണ്ടാകട്ടെ എന്നും നമ്മളെ ഒരു കൊടക്കീഴിൽ ഒന്നിച്ചുകൊണ്ട് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ പല കാര്യങ്ങളിലും പല വീഴ്ചകളും വന്നിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരെ കൂടി ചേർത്ത് വെക്കുന്ന ഒരു സ്വഭാവം, ഒരു ഇൻക്ലൂസീവ്നെസ് കൂടി നമുക്ക് മറ്റുള്ളവരെ വിഘടിച്ച് നിൽക്കുന്ന 99നെയും വിട്ടിട്ട് വഴിമാറിപ്പോയിട്ടുള്ള ഒന്നിനെ തേടിപ്പോയ നമ്മുടെ ഈശോയുടെ വലിയ മാതൃക SMCയെയും അനുകരിക്കട്ടെ. ഒന്നിച്ച് കത്തോലിക്ക കോൺഗ്രസിലേക്ക് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒന്നിപ്പിക്കുന്നത് പോലെ SMCA എന്ന മഹാകുടുംബത്തിൽ മറ്റുള്ളവരെയും കൂടി ചേർത്തുകൊണ്ട് സ്നേഹത്തിലും ഐക്യത്തിലും ഈശോയെയും ഒപ്പം തന്നെ സുവിശേഷത്തെയും മുറുകെ പിടിച്ചുകൊണ്ട്
ഏകമായി ഒരു കുടുംബമായി നമുക്ക് മുന്നോട്ട് പോകാം. ഈ 30-ാം വർഷത്തിൽ പേൾ ജൂബിലി നമ്മൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും അഭിമാനിക്കാൻ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ SMCക്ക് ഉണ്ട്. ഇനിയും ഇത്തരം അഭിമാനം അർഹിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഈശോയ്ക്ക് സ്തുതി. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, അനുഗ്രഹം നിറഞ്ഞ ഈ സദസ്സിനോടൊപ്പമായിരിക്കാൻ, കൂട്ടായ്മയുടെ ഒപ്പമായിരിക്കാൻ സാധിക്കുന്നതിൽ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. നമുക്കറിയാം, കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം 4 ഇടവകളാണ് നമ്മൾക്കുള്ളത്. ഈ 4 ഇടവകളിലുമായിട്ട് നൂറുകണക്കിന് കുടുംബങ്ങളും ആയിരക്കണക്കിനും ആളുകള് സീറോ മലബാർ സഭയുടെ ഭാഗമായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ധാരാളം ബലികള് 4 ദേവാലയങ്ങളിലുമായിട്ടുണ്ട് ഓരോ ദിവസവും. അതോടൊപ്പം നമുക്ക് വളരെ മനോഹരമായ സംവിധാനങ്ങളുണ്ട്. ഈ വർഷം സീറോ മലബാർ സഭയിൽ നിന്ന്, കുവൈറ്റിൽ നിന്ന് 567 കുട്ടികളാണ് ആദ്യ കുർബാന സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും ധാരാളം കുട്ടികൾ നമുക്കുണ്ട്, ധാരാളം നല്ല കുടുംബങ്ങളുണ്ട്. സീറോ മലബാർ സഭയ്ക്ക് നല്ല സംവിധാനങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം സാധ്യമായെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ പിന്നിൽ അനേകരുടെ ത്യാഗങ്ങള്, പ്രത്യേകിച്ച് SMCയിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ത്യാഗങ്ങള്, നല്ല മനസ്സ്, സന്മനസ്സുകള് ധാരാളം കൂട്ടിച്ചേർത്തത് കൊണ്ടാണ്. ഇപ്പോൾ 30-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം SMCA ഒരു ശിശുവല്ല എന്നുള്ളതാണ്. ഇത് 30 വർഷം വളർന്ന് നല്ലൊരു യുവത്വത്തിൽ നിൽക്കുന്ന അനുഗ്രഹീതമായ ഒരു വ്യക്തിത്വമായിട്ട് SMCA കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളർന്നിട്ടുണ്ട്. യേശു തന്റെ പരസ്യജീവിതം ആരംഭിച്ചത് 30-ാമത്തെ വയസ്സിലാണ്. അങ്ങനെയെങ്കിൽ ഇനി തളർന്നിരിക്കാനോ പിന്നോട്ട് പോകുവാനുള്ള ഒരു കാലഘട്ടമല്ല, ഉണർന്ന് ഇനിയും പ്രവർത്തിക്കുവാനുള്ള ഒരു നല്ല കാലഘട്ടം തീർച്ചയായിട്ടും SMCയുടെ മുമ്പിലേക്ക് വീണ്ടും കടന്നു വന്നിരിക്കുകയാണ് ഈ 30-ാം വർഷത്തില്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കുവൈറ്റിലെ സഭയെ വളർത്തുവാൻ വേണ്ടി ഇടവകളുടെ നട്ടെല്ലുകളായിട്ട് അനേകര്, പ്രത്യേകിച്ച് സീറോ മലബാർ കമ്മ്യൂണിറ്റി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ, അതിനുവേണ്ടി പങ്കുവച്ച നിങ്ങളുടെ ത്യാഗങ്ങളെ വിലമതിക്കുകയും അതിനുള്ള നല്ല സ്മരണകൾ ഉണർത്തിക്കൊണ്ട്, സ്മരിച്ചുകൊണ്ട് ഇനിയും അനേകർക്ക് അനുഗ്രഹമായി മാറുവാൻ, സഭയ്ക്ക് കൃപയായി മാറുവാൻ SMCAക്ക് ഇനിയും സാധിക്കട്ടെ. അതിനുവേണ്ട എല്ലാ നന്മകളും ദൈവം തരട്ടെ. തീർച്ചയായിട്ടും അതിനുള്ള നിങ്ങളുടെ പരിശ്രമങ്ങളിൽ കൂടെ ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ 30-ാം വാർഷികത്തിന് എല്ലാവിധ മംഗളങ്ങളും നേരുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് SMCA കുടുംബാംഗങ്ങൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ സ്നേഹപൂർവ്വം നിർത്തുന്നു. നന്ദി. വളരെ സന്തോഷം. SMCയുടെ ഈ 30-ാം ജൂബിലിയിൽ നിറവിൽ എല്ലാവിധ അനുമോദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഈ കുവൈറ്റിലെ പല പ്രദേശങ്ങളിലും ഇവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും, എല്ലാ കാര്യമായിട്ടുള്ള എല്ലാ പരിപാടികൾക്കും നമ്മളിതിൻ്റെ ഭാഗമാണ്. വിശ്വാസത്തിലും അതുപോലെ തന്നെ പ്രവർത്തനത്തിലും സ്നേഹത്തിലും കരുതലിലും അവർ ചെയ്യുന്ന നമ്മുടെ കുഞ്ഞുമക്കൾക്കായി, മറ്റ് കുടുംബങ്ങൾക്കായി ചെയ്തു പറ്റുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്തുകൊണ്ട് അവരെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ 30 വർഷത്തിനുള്ളിൽ ഇവിടെ ഭാരവാഹികളായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഓർക്കുകയാണ്. അവർ ചെയ്യുന്ന നിശ്ചലമായ സേവനത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ഇനിയും തുടർന്നും നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം തമ്പുരാൻ നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല നിലപാടുകളിലൂടെ അത് ചിന്തകളിലായി മാറ്റുവാനോ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ഈ ചിന്തകൾ വാക്കുകളായി, ഈ വാക്കുകൾ കർമ്മ രംഗത്തേക്ക് പ്രവേശിക്കുവാനായിട്ട്
ഈ SMCയിലെ എല്ലാ വ്യക്തികളെയും എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആശംസ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.